നമസ്കാരം. പൂക്കിമുഖ്യന്റെ ഒരു ധവളപത്ര നുണ അപാരത വന്നിട്ടുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ധവളപത്രം അവതരിപ്പിച്ച മുഴുവൻ പേരെയും അധിക്ഷേപിക്കുന്ന ഒരു വാചകം പറഞ്ഞിട്ട് അതിന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി മറുപടി പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അത്ര. എന്താണ് സംഭവം എന്നല്ലേ? ധവളപത്രം അവതരിപ്പിക്കുന്നതിനിടയിൽ സതീശൻ പറഞ്ഞൊരു വാചകമുണ്ട്. അതായത് താൻ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ധവളപത്രം അത് കേരളത്തിന്റെ ചരിത്രത്തിൽ സർവകലാവല്ലഭനായിട്ടുള്ള ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് മുൻപ് അവതരിപ്പിച്ച പല ബജറ്റ് പോലെയും പൊളിറ്റിക്കൽ ബജറ്റ് അല്ല. ശ്രദ്ധിക്കുക, മുൻ അവതരിപ്പിച്ച പല ധവളപത്രം പോലെ അത് പൊളിറ്റിക്കൽ അല്ല, അതായത് രാഷ്ട്രീയമല്ല. ഈ ഞാൻ അവതരിപ്പിച്ച ധവളപത്രമാണ് യഥാർത്ഥ ധവളപത്രമെന്ന് സതീശൻ പറഞ്ഞു വെക്കുകയാണ്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, ഇവിടെ പലപ്പോഴും വെച്ചിട്ടുള്ള പല വൈറ്റ് പേപ്പറുകളും പൊളിറ്റിക്കൽ ഡോക്യുമെന്റാണ്. ഇത് ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം സംബന്ധിച്ച ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ്. കൃത്യമായിട്ട് നിങ്ങൾ കേട്ടല്ലോ, ഇതൊരു പൊളിറ്റിക്കൽ ധവളപത്രമല്ല, സംസ്ഥാനത്തിന്റെ ആരോഗ്യസ്ഥിതി തുറന്നു കാട്ടുന്നതാണ്. മുൻപ് പലതും പൊളിറ്റിക്കൽ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇതിന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉടനടി എണീറ്റ് മറുപടി കൊടുത്തു. കാര്യം, നേരത്തെ അവതരിപ്പിച്ച പല ധവളപത്രവും അതെല്ലാം പൊളിറ്റിക്കലാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മാത്രമാണ് കേരളത്തിന്റെ നന്മ ഉദ്ദേശിച്ചുള്ളത്. കാര്യം, ഞാൻ ചെയ്യണതെല്ലാം അങ്ങനത്തെ വെറൈറ്റി ആണ് എന്ന് പറയാൻ ശ്രമിച്ചിടത്ത് പുറത്തു നിന്ന് ആളെ വെച്ച് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട്, അതായത് കേരളത്തിന്റെ ധനസ്ഥിതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, വരുമാനമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കേ അറിയാൻ പറ്റുള്ളൂ. ഇത് പുറത്തു നിന്നുള്ള വിദഗ്ധരെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ച് എൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കൊടുത്ത് അതിനെ അടിസ്ഥാനപ്പെടുത്തി എനിക്ക് ഒരു ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ ധവളപത്രം അല്ലെങ്കിൽ വൈറ്റ് പേപ്പർ തയ്യാറാക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ട പേയ്മെന്റും കൊടുത്തു കാണും. അവർ എന്താണ്, ആരാണോ വരുന്ന കസ്റ്റമർ അവർക്കനുസരിച്ച് ഉണ്ടാക്കി കൊടുത്ത സാധനം, അതിന് പിണറായി വിജയൻ എഴുതിച്ച് മറുപടി പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ ധവളപത്രം ഉണ്ടാക്കാൻ സമീപിച്ചവരെ കുറ്റം പറയാതെ അദ്ദേഹം മാന്യമായിട്ടാണ് ആ മറുപടി പറഞ്ഞത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഒരു വീണെടുത്തുനിന്ന് ഉരുളലാണ്. നമ്മുടെ സംസ്ഥാനം ഇതേവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ധവളപത്രങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ആയിരുന്നു. ഇതാണ് ശരിയായ ധവളപത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർ, അത് വിചിത്രമായൊരു വാദമാണ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് അപ്പുറത്തായാലും ഇപ്പുറത്തായാലും മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. സർ, ഇവിടെ പ്രശ്നം ധനകാര്യ വകുപ്പിനെ ഇരുട്ടിൽ നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. ഇതിനു മുൻപുള്ള എല്ലാ ഗവൺമെൻറ്റുകളും, ഞങ്ങളതായാലും UDF-ൻ്റെതായാലും, ധനകാര്യ വകുപ്പാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. സർ, ഇവിടെ ധനകാര്യ വകുപ്പല്ല തയ്യാറാക്കിയത്. അതാണ് ഗൗരവമായ വിഷയം. അപ്പോൾ ധനകാര്യ വകുപ്പ് നേരത്തെ തയ്യാറാക്കിയ അത്തരം ഡോക്യുമെൻറ്റുകൾ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് വിചിത്രമായൊരു വാദഗതിയായിപ്പോയി. സർ, ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ്. അത്തരമൊരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ഇവിടെ കൊണ്ടുവന്നത് തീർത്തും അനുചിതമായ നടപടിക്രമമാണ്. സർ, ഉപദേശം തേടുന്നവരെ പറ്റി ഞങ്ങൾക്കാർക്കും വ്യത്യസ്ത അഭിപ്രായമില്ല. വിദഗ്ധരുടെ ഉപദേശം പല കാര്യങ്ങളിലും തേടേണ്ടി വരും, ഗവൺമെൻറ് ഇനിയും തേടേണ്ടതായിട്ട് വരും. പക്ഷേ ധവളപത്രം തയ്യാറാക്കുന്നത് നമ്മുടെ ധനകാര്യ വകുപ്പായിരിക്കണമായിരുന്നു. അതിൻ്റെ വ്യതിയാനമാണ് വന്നിട്ടുള്ളത്. ഇതൊരു കൃത്യമായ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റാണ്. ഉള്ളടക്കം നോക്കി ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം. ഉടനടി സതീശന്റെ പതിവ് പരിഹാസവുമായി എണീറ്റു. അതായത് ധവളപത്രം അങ്ങോട്ട് കിട്ടിയില്ലല്ലോ, അങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, നിങ്ങൾ എങ്ങനെ മറുപടി പറയുമെന്ന രീതിയിൽ പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് പരിഹസിച്ചുകൊണ്ടുള്ള മറുപടി പറഞ്ഞു. ആ പരിഹസിച്ചുകൊണ്ടുള്ള മറുപടിക്കിടയിൽ ധവളപത്രം നിങ്ങളെ കൈ കിട്ടിയില്ല, കൈ കിട്ടുന്നതിന് മുന്നേ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നു എന്ന രീതിയിലാണ്. ഏതിനാണ് പിണറായി മറുപടി പറഞ്ഞത്? സതീശൻ പല ധവളപത്രങ്ങളും പൊളിറ്റിക്കലാണെന്ന് മറുപടി പറഞ്ഞതിനെ ഉടനടി സതീശൻ എന്തിനാണ് മറുപടി പറയുന്നത് നിങ്ങൾ നോക്കിയേ. പ്രതിപക്ഷ നേതാവ് ഇവിടെ നടത്തിയതാണ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. സാർ, ഒരു നടപടി അങ്ങ് ഇതിന് എതിരായിട്ടൊരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഏത് നടപടിക്രമമാണ്, ഏത് ആക്റ്റാണ്, ഏത് റൂൾസാണ്, ഏത് പ്രൊസീജിയറാണ് ലംഘിച്ചുകൊണ്ടാണ് ഇത് നടത്തിയതെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ജസ്റ്റ് പറയാമല്ലോ, ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്, അങ്ങ് ഇത് വായിച്ചു നോക്കിയിട്ട് പോലില്ലല്ലോ. വായിച്ചു പോലും നോക്കാതെ അങ്ങയുടെ കയ്യിൽ ഇപ്പോൾ കോപ്പി എത്തുന്നേ ഉള്ളൂ.
അതിനു മുമ്പ് ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്ന് അങ്ങ് എങ്ങനെയാണ് മുൻകൂട്ടി പറയണത്? അത് മുൻവിധിയോടുകൂടി അങ്ങ് പറയാണ്, മുൻവിധിയോടുകൂടി. അതിന്റെ കവർ എത്തുന്നേയുള്ളൂ അവിടെ, ആ കവർ എത്തുന്നേയുള്ളൂ. എന്റെ കയ്യിൽ കിട്ടിയ ഞങ്ങൾ ക്യാബിനറ്റ് പരിശോധിച്ചുകൊണ്ട് എനിക്കറിയാം, അങ്ങ് ഇത് കണ്ടിട്ട് പോലുമില്ല. കാണുന്നതിന് മുമ്പ് ഇതാണ് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞത് ഉചിതമായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേട്ടല്ലോ, ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള മറുപടി. ഒരാൾ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് വേറൊരു കാര്യം പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് സ്കിപ്പായി പോവുകയാണ്. പക്ഷേ കൃത്യമായിട്ട് പിണറായി വിജയൻ എഴുതി ഒരിക്കൽ കൂടി പറഞ്ഞു, ഞാൻ പറഞ്ഞ മറുപടി നിങ്ങൾ പല ധവളപത്രങ്ങളെയും അധിക്ഷേപിച്ചു, അല്ലെങ്കിൽ പല ധവളപത്രങ്ങളും പൊളിറ്റിക്കലാണെന്നുള്ളതിന്റെ മറുപടി ആയിരുന്നു എന്ന്. ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതിനുള്ള മറുപടിയാണ്. അദ്ദേഹമാണ് പറഞ്ഞത് നേരത്തെ ഉള്ളതെല്ലാം പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നു. അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് അപ്പോഴാണ് സതീശൻ എണീറ്റ് ദേ വീണ്ടും പറയുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, എന്റെ വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം അത്രേ, ഞാൻ പറഞ്ഞ വാചകങ്ങൾ ദേ ഒന്ന് കേട്ടെ. ഇറ്റ്സ് ഓൺ റെക്കോർഡ്, ഇറ്റ്സ് ഓൺ റെക്കോർഡ്. ധവളപത്രങ്ങളും പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നു, ഇതല്ല എന്നാണ് പറയുന്നത്. നോക്കിക്കോ, നിങ്ങൾ പരിശോധിച്ചോ, നിങ്ങൾ പരിശോധിക്കും. രണ്ടാമത്തെ കാര്യം, അല്ല നിങ്ങൾ ബഹളം ഉണ്ടാക്കിയല്ലേ, ഞങ്ങളിപ്പോ അദ്ദേഹം പറഞ്ഞതല്ലേ ഞാൻ മറുപടി പറയുന്നത്. നിങ്ങള് അതുകൊണ്ട് എന്താ കുഴപ്പം? നിങ്ങള് ഇതിനു മുൻപ് ഇങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ അത് പാലിക്കേണ്ട ഏതെങ്കിലും നടപടിക്രമങ്ങൾ ലംഘിച്ചാൽ അത് പറയാം. കേട്ടല്ലോ, ഇനി ഞാൻ തന്നെ പറഞ്ഞ നേരത്തെ വാചകം ഒരിക്കൽ കൂടി ഒന്ന് കേട്ടെ. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, ഇവിടെ പലപ്പോഴും വെച്ചിട്ടുള്ള പല വൈറ്റ് പേപ്പറുകളും പൊളിറ്റിക്കൽ ഡോക്യുമെന്റാണ്. ഇത് ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം സംബന്ധിച്ച ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ്. പല ധവളപത്രങ്ങളും പൊളിറ്റിക്കൽ എന്നാണ് സതീശൻ പറഞ്ഞത്, ആണല്ലോ. ഇനി എന്താണ് ധവളപത്രത്തിന്റെ ഒരു ചരിത്രം എന്നുകൂടി രണ്ട് വാചകത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കേരളത്തിന്റെ ചരിത്രത്തിൽ 5 തവണയാണ് ധവളപത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. VD സതീശനെയും കൂട്ടി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെയും കൂട്ടി 5 തവണ. 1987 ആദ്യമായിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ധവളപത്രം പുറത്തിറക്കുന്നത് EK നായനാർ മന്ത്രിസഭയാണ്. EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്, വിശ്വനാഥ മേനോൻ ധനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ധവളപത്രം പുറത്തു വരുന്നത്. പിന്നീട് ധവളപത്രം പുറത്തിറക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ AK ആന്റണിയാണ് 2011 കാലഘട്ടത്തിൽ. ആ ധവളപത്രം പുറത്തിറക്കിയതിനു ശേഷമാണ് സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച് വലിയ പ്രതിഷേധം ഈ നാട്ടിൽ ഉണ്ടാകാൻ ഇടയാക്കിയ സംഭവം ഉണ്ടായത്. അപ്പോൾ രണ്ടാമത്തെ ധവളപത്രം അവതരിപ്പിച്ചത് കോൺഗ്രസ് മുഖ്യമന്ത്രിയായിട്ടുള്ള AK ആന്റണിയാണ്. ഇതിനുശേഷം പിന്നീട് ഒരു ധവളപത്രം വരുന്നത് 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്, പുണ്യാളച്ചൻ മുഖ്യമന്ത്രി. ആ പുണ്യാളച്ചന്റെ കാലഘട്ടത്തിൽ ധവളപത്രം പുറത്തു വന്നു. അന്ന് KM മാണിയാണ് ആ ധവളപത്രം അവതരിപ്പിച്ചത്. അതിനുശേഷം 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ ധവളപത്രം പുറത്തിറക്കുന്നുണ്ട്. അന്നും ധനമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്കാണ് ധവളപത്രം പുറത്തിറക്കിയത്. അതിനുശേഷം ഇപ്പോൾ 2026 10 വർഷത്തിന് ശേഷം ഒരു ധവളപത്രം കോൺഗ്രസ് മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ സതീശനെയും കൂട്ടി 5 തവണയും അല്ലാതെ 4 തവണ. പല ധവളപത്രങ്ങൾ എന്ന് പറയാൻ പറ്റും 4 എണ്ണത്തിന്. 2 ധവളപത്രം ആണ് CPMകാർ ഇറക്കിയിട്ടുള്ളത്. 2 ധവളപത്രം ഇപ്പോൾ കോൺഗ്രസ്സുകാരനായിട്ടുള്ള സതീശനെയും കൂട്ടി 3 കോൺഗ്രസ്. അപ്പോ പല ധവളപത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ആന്റണിയും ഉമ്മൻചാണ്ടിയും കൊണ്ടുവന്ന ധവളപത്രം ഉൾപ്പെടുമോ ഇല്ലയോ? അപ്പോ സതീശൻ എന്താണ് ഞാനെന്ന ഭാവത്തിൽ ഇന്നലകളിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ പുറത്തിറക്കിയ ധവളപത്രത്തെ പോലും റദ്ദാക്കുന്ന പച്ച നുണ പറഞ്ഞതിനെ പിണറായി വിജയൻ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ മെഴുകൽ നടത്തിയത്. ഇനി നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോളൂ, യഥാർത്ഥ പൂക്കിത്തരങ്ങളും നിന്ന നിപ്പിൽ പൂക്കിത്തരം കാണിക്കുന്ന വ്യക്തി ആരാണെന്നും പറഞ്ഞ വാക്കിൽ അതിലെ കള്ളം ചൂണ്ടിക്കാട്ടിയാൽ, അല്ലെങ്കിൽ ആ തെറ്റിദ്ധരിപ്പിക്കലിനെ ചൂണ്ടിക്കാട്ടിയാൽ, പറയുന്നവരെ വാക്കുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന വൈദഗ്ധ്യം ആരാണ് പ്രയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ബോധ്യപ്പെട്ട് കാണും. കൃത്യമായിട്ട് ഇറ്റ്സ് ഓൺ റെക്കോർഡ്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ, ഇതിനു മുമ്പ് കൊണ്ടുവന്ന പല ധവളപത്രങ്ങളും അല്ലല്ല, നോക്കിക്കോ, ഇറ്റ്സ് ഓൺ റെക്കോർഡ്, ഇറ്റ്സ് ഓൺ റെക്കോർഡ്, ഇറ്റ്സ് ഓൺ റെക്കോർഡ്. ധവളപത്രങ്ങളും പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നു, ഇതല്ല എന്നാണ് പറയുന്നത്. നോക്കിക്കോ, നിങ്ങൾ പരിശോധിച്ചോ, നിങ്ങൾ പരിശോധിക്കും. രണ്ടാമത്തെ കാര്യം, അല്ല നിങ്ങൾ ബഹളം ഉണ്ടാക്കിയല്ലേ, ഞങ്ങളിപ്പോ അദ്ദേഹം പറഞ്ഞതല്ലേ ഞാൻ മറുപടി പറയുന്നത്. നിങ്ങള് അതുകൊണ്ട് എന്താ കുഴപ്പം? നിങ്ങള് ഇതിനു മുൻപ് ഇങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ
അത് പാലിക്കേണ്ട ഏതെങ്കിലും നടപടിക്രമങ്ങൾ ലംഘിച്ചാൽ അത് പറയാം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ നിങ്ങൾ പിന്തുടരുന്ന നയം തുടരാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളെ ജനങ്ങൾ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അതിനല്ല. ആ നയങ്ങൾക്ക് മാറ്റമുണ്ടാകണം, ആ സമീപനങ്ങൾക്ക് മാറ്റമുണ്ടാകണം. അതിനാണ് നിങ്ങളെ പരാജയപ്പെടുത്തി ഞങ്ങളെ വിജയിപ്പിച്ച് ഞങ്ങളെ ഈ കസേരകളിൽ ഇരുത്തിയിരിക്കുന്നത്. ആ മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ നടപടിക്രമങ്ങളുടെ ലംഘനം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ആ നടപടിക്രമങ്ങളുടെ ലംഘനം പൂർണ്ണമായിട്ടുണ്ടായിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് എന്തുമാകാം എന്ന നിലയിൽ മുഖ്യമന്ത്രി പറയുന്നത് ശരിയായ നടപടിയല്ല, അത് ശരിയായ ക്രമമല്ല. ഏതായാലും ഈ ഡോക്യുമെന്റ് സഭയുടെ പ്രോപ്പർട്ടി ആയിട്ട് വന്നല്ലോ, നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ചർച്ച വേണമെങ്കിൽ ചർച്ചയുമാകാം. ഇന്ന് സഭയിൽ സർക്കാർ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ ധവളപത്രം ക്യാബിനറ്റ് അംഗീകരിച്ചതാണ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം. ഒരു ഔദ്യോഗിക രേഖയായിട്ടാണ് അത് ഈ സഭയുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ കെ എൻ ബാലഗോപാൽ ഉന്നയിച്ച വിഷയത്തിൽ ക്രമപ്രശ്നമുള്ളതായിട്ട് ചെയർ കാണുന്നില്ല. അതുകൊണ്ട് ധവളപത്രം മേശപ്പുറത്ത് വെച്ച് നമുക്ക് ബാക്കി അനന്തര നടപടികളിലേക്ക് നീങ്ങാവുന്നതാണ്. അതിനുള്ള സന്ദർഭം ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. പോട്ടെ, അതൊക്കെ നമുക്ക് വേറെ ചർച്ചയിൽ വരുമല്ലോ ബാലഗോപാൽ, നമുക്ക് അതിനുള്ള ചർച്ചയിൽ വരുമല്ലോ.